When you control your thoughts, you control your mind. When you control your mind, you control your life. And once you reach the stage of being in total control of your life, you become the master of your destiny. എങ്ങനെ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊരു അന്വേഷണത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ? അങ്ങനെ കംപ്ലീറ്റ് ഹാപ്പിനെസ് തരുന്ന എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ? ഡസ് മണി ബ്രിങ് ഹാപ്പിനെസ്? യെസ് അല്ലെങ്കിൽ നോ എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല അല്ലേ? ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണത്. അങ്ങനെ ലോകത്തെങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് അന്വേഷിച്ചുള്ളൊരു യാത്രയിലാണ് കനേഡിയൻ റൈറ്ററായിട്ടുള്ള റോബിൻ ശർമ്മയുടെ ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി എന്ന ബുക്കിലെ കേന്ദ്ര കഥാപാത്രം. ജൂലിയൻ മാൻറ്റിൽ എന്ന പേരുള്ള ഒരു ലോയറിൻ്റെ ഹാപ്പിനെസ് തേടിയുള്ള ഒരു യാത്രയുടെ കഥയാണിത്. ജോൺ എന്ന് പറയുന്ന ജൂലിയൻ്റെ കൊളീഗിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ആക്ച്വലി ഈ കഥ പോകുന്നത്. ജോണിൻ്റെ ഒരു നരേഷനിലാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ലോയറായിരുന്നു ജൂലിയൻ മാൻറ്റിൽ. ഒരുപാട് കേസസും തിരക്കും എല്ലാമായിട്ട് എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഒരുപാട് സ്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റ്, ഒരുപാട് മാൻഷൻസ്, ഒരു ഷൈനി റെഡ് ഫെറാറി കാർ, അങ്ങനെ ഒരുപാട് സ്വത്തെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ്സിലും സെലിബ്രിറ്റീസിൻ്റെ കൂടെയായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിന് മാരേജ് ലൈഫ് ഫെയിലായതും അതുപോലെ ഈ വർക്ക് ലോഡെല്ലാം ഇടയ്ക്ക് അദ്ദേഹത്തിന് ഓരോ ടെൻഷൻസ് കൊടുത്തിരുന്നു. പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോകുന്നൊരു ജീവിതമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇന്നർ സെൽഫ് അത്ര ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ജോൺ അതിൽ പറയുന്നുണ്ട്, 50 വയസ്സായെങ്കിൽ പോലും ഒരു ലേറ്റ് 70s പോലെയായിരുന്നു ജൂലിയൻ മാൻഡലിൻ്റെ ലുക്ക്. അതുപോലെ തന്നെ മുഖത്തെല്ലാം ചുളിവുകളെല്ലാം വന്ന് നമുക്ക് കണ്ടാൽ തന്നെ കുറച്ച് ടയേർഡായിട്ടുള്ള പോലെ തോന്നും. ഒരു ദിവസം ജൂലിയൻ മാൻഡലിന് ഹാർട്ട് അറ്റാക്ക് വരികയും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യുകയാണ്. അവിടുന്ന് അങ്ങോട്ടാണ് ജൂലിയൻ മാൻഡലിൻ്റെ ലൈഫ് ചേഞ്ച്ഡ് ആവുന്നത്. അദ്ദേഹം സമാധാനവും സന്തോഷവും അന്വേഷിച്ച് ഇന്ത്യയിലോട്ടൊരു യാത്ര പുറപ്പെടുകയാണ്. ഒരുപാട് വർഷം ജൂലിയനും ജോണും തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ജോൺ ഇങ്ങനെ ആലോചിക്കും, ഇന്ത്യയിൽ ഇപ്പോൾ ഭയങ്കര അടിച്ചു പൊളിച്ച് നല്ല ജീവിതമൊക്കെ നയിക്കുന്നുണ്ടാവും ജൂലിയൻ എന്നൊക്കെ. അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞ് ഒരു ദിവസം ജോണിൻ്റെ ഓഫീസിൽ ഒരാൾ വന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ജോൺ ഇത് ആരാണെന്ന് മനസ്സിലായില്ല. പിന്നീട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ജൂനിയർ മാൻഡലാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. അദ്ദേഹത്തിന് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം കുറച്ചും കൂടെ യങ്ങായി. അങ്ങനെ ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ താൻ എവിടെയായിരുന്നെന്നും എന്താണ് ഈ ചേഞ്ചസിൻ്റെ കാരണമല്ല എന്നൊക്കെ ജൂലിയൻ മാൻഡൽ ജോണിന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ ഇന്നർ സെൽഫിനെ ഹാപ്പി ആക്കാമെന്നും നല്ല കാര്യങ്ങളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാമെന്നെല്ലാം പല സന്യാസിമാരോടും അദ്ദേഹം ചോദിച്ചു. അങ്ങനെ യോഗി രാമൻ എന്ന് പറയുന്ന ഒരു സന്യാസിയെ കണ്ടെത്തുകയും അദ്ദേഹം ചില ജീവിത പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നീ നിൻ്റെ കണ്ണടച്ച് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യൂ. നീ ഒരു ഭയങ്കര മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഗ്രീനി ആയിട്ടുള്ള ഒരു ഗാർഡൻ്റെ നടുവിൽ നിൽക്കുകയാണ്. കുറേ ഫ്ലവേഴ്സും കുറേ ബട്ടർഫ്ലൈസും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഗാർഡൻ്റെ നടുവിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ആ സൈലൻസിനെ തകർത്തുകൊണ്ട് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്. തൊട്ടടുത്തുള്ള ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ ഒരു സുമോ റെസ്ലറുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലൊരു പിങ്ക് വയറുണ്ട്. പെട്ടെന്ന് അദ്ദേഹം വീഴാണ്. അവിടെയുള്ള ഒരു സ്റ്റോപ്പ് വാച്ചിൽ തട്ടി അദ്ദേഹം വീണു. പെട്ടെന്ന് കണ്ടാൽ നിനക്ക് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബ്രീത്താണ് അതെന്ന് തോന്നിപ്പോവും. പക്ഷെ അദ്ദേഹം കണ്ണ് തുറന്ന് ആ ഗാർഡനിലുള്ള ബുഷസിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡയമണ്ട്സ് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരു ഡയമണ്ട് പാത്ത് വേ കണ്ടു. അങ്ങനെ ആരോ അദ്ദേഹത്തോട് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്, നീ ആ വഴിയിലൂടെ പോകൂ. അങ്ങനെ അദ്ദേഹം ആ വഴി തിരഞ്ഞെടുത്തു. ആ വഴിയെന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കംപ്ലീറ്റ് ജോയിൽ എത്തിപ്പെടുകയാണ്. ജൂലിയൻ മാൻഡൽ ചിന്തിച്ചു, ഇത്രയും എൻലൈറ്റ്മെൻ്റ് എല്ലാം കിട്ടിയ ഒരു സന്യാസി എങ്ങനെ ഹാപ്പിനെസ്സിലേക്കുള്ള വഴി കണ്ടെത്താന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരു സില്ലി ആയിട്ടുള്ള കഥ പറയുകയാണോ എന്ന്. തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആ കഥയിലുണ്ടെന്ന് സന്യാസി പറയാണ്. കൂടുതൽ ചിന്തിച്ചപ്പോൾ ജൂലിയൻ മാൻഡൽ അത് മനസ്സിലാവുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം മെല്ലെ മെല്ലെ ട്രാൻസ്ഫോം ആവുകയും ചെയ്യാണ്. ഈ സന്യാസി പറഞ്ഞ കഥയുടെ അർത്ഥം തന്നെയാണ് റീഡേഴ്സിനും ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി എന്ന ബുക്കിൽ നിന്നും കിട്ടുന്ന ലെസൺ. നമ്മുടെ തോട്ട്സിനെയും ഇത് ചേഞ്ച് ചെയ്യുകയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഈ കഥയിൽ പറഞ്ഞ ഗാർഡനിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവല്ലേ. ചില ഫ്ലവേഴ്സിനെ നമ്മൾ സംരക്ഷിക്കുകയും നമുക്കിഷ്ടമില്ലാത്തതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ഇവിടെ
നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ തോട്ട്സിനെ വെക്കണം, എന്തിനെല്ലാം ഒഴിവാക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ നെഗറ്റീവ് തോട്ട്സിനെല്ലാം ഒഴിവാക്കി നല്ലൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞ ലൈറ്റ് ഹൗസ് അല്ലേ. ലൈറ്റ് ഹൗസ് ആക്ച്വലി എന്തിനാ? ഡയറക്ഷൻസ് കാണിച്ചാൽ കരയെത്താനായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഹൗസ്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവണം. ഫിക്സ് അവർ ഡെസ്റ്റിനേഷൻ, അതായത് ലൈഫിനൊരു പർപ്പസ് വേണം. ഇതാദ്യം ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്തതായിട്ടൊരു സുമോ റെസ്ലറെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. അവരെങ്ങനെയാ? അവർക്ക് ഭയങ്കര കൺട്രോൾ ആണല്ലേ. അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ, വി ഷുഡ് ഹാവ് എ കൺട്രോൾ ഓവർ എവറിത്തിങ്. അതുപോലെ അവർക്ക് ഒരുപാട് ടെക്നിക്സ് ഉണ്ടാവും, ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇതുപോലെ ലൈഫിൽ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ട് ജീവിക്കണം. അതായത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. സുമോ റെസ്ലറിൻ്റെ ശരീരത്തിലുള്ള പിങ്ക് വയർ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴും നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ സ്റ്റോപ്പ് വാച്ച് ടൈമിനെ കുറിച്ചിട്ടാണ്. ടൈം എത്രത്തോളം പ്രഷ്യസ് ആണെന്ന് സൂചിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും 24 hours ആണല്ലേ. പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ, ഈ ലോകത്ത് എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. സോ നമ്മൾ ആ സമയത്തെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഡു എവറിത്തിങ് ഇൻ ടൈം എന്നതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു പാത്ത് ഓഫ് ഡയമണ്ട്സ്, ആ ഒരു ഡയമണ്ട് പാത്ത് വേസ് ലിവ് ഇൻ പ്രസൻറ്റ്. അതുപോലെ ചൂസ് ദി പാത്ത് ഓഫ് ധർമ്മ എന്നതാണ് പറയുന്നത്. നാളത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നമ്മൾ പ്രസൻറ്റിൽ ജീവിച്ച് പ്രസൻറ്റിലെ സന്തോഷങ്ങളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയും അതുപോലെ ഇല്ലായ്മകളിൽ വിഷമം കണ്ടെത്താതെ മറ്റുള്ളവർക്ക് സഹായം ചെയ്തും ജീവിക്കുക. ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്താൽ അത് നാളെ മറ്റൊരു രീതിയിൽ നമുക്ക് കിട്ടിയേക്കാം എന്നുള്ളൊരു മീനിങ് കൂടെ അതിനുണ്ട്. ഇന്ത്യയെക്കുറിച്ചിട്ട് അദ്ദേഹം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ആ ഒരു നേച്ചുറൽ ബ്യൂട്ടി, ടെമ്പിൾസ്, ഹിമാലയൻ ബ്യൂട്ടി, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഭയങ്കര മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. മെയിനായിട്ട് സെൽഫ് ലവിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും എന്തൊക്കെയോ നേടിയെടുക്കാനുള്ളൊരു ഓട്ടപ്പാച്ചിലാണല്ലേ സത്യം പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കാൻ മറന്നു പോകുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ നമുക്ക് വേണ്ടി ഒരു ബ്രേക്ക് എടുക്കണമെന്ന് അദ്ദേഹം പിന്നെയും ഓർമ്മപ്പെടുത്താണ്. ഓരോ ഡേയും നമ്മുടെ ലാസ്റ്റ് ഡേ ആണെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതുപോലെ തന്നെ ലൈഫിനൊരു പർപ്പസ് വേണം. ഈ ഒരു പർപ്പസ് മുന്നിൽ കണ്ടിട്ട് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കണം എന്ന് അദ്ദേഹം പറയാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ സമയം അതിനെ നമ്മൾ അത്രയും വാല്യുബിളായി കാണുകയും വേണം. ഈ ഒരു മെക്കാനിക്കൽ ലൈഫ് ഒരു സൈഡിൽ മനുഷ്യനെ ഭയങ്കര ടയേർഡാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സന്തോഷം കണ്ടെത്താൻ നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് അദ്ദേഹം നമ്മളെ റിമൈൻഡ് ചെയ്യാണ്. ഈ ബിസി ലൈഫ് ഷെഡ്യൂളിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് റോബിൻ ശർമ്മയുടെ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി. ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ഇതിൽ ഉത്തരം പറയുന്നുണ്ട്. ഡസ് മണി ബ്രിങ് അസ് ഹാപ്പിനെസ്? പണം കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, ബട്ട് വി ക്യാൻ ഓൺലി റെൻറ്റ് ഇറ്റ്. നമുക്കത് കടമായിട്ട് മാത്രം എടുക്കാം. അതായത് കുറഞ്ഞ സമയത്തേക്ക് അത് നമുക്ക് ഹാപ്പിനെസ് തരുന്നുണ്ട്. ബാക്കിയുള്ള ഹാപ്പിനെസ് നമ്മൾ സ്വയം കണ്ടെത്തുക തന്നെ വേണം. തൻ്റെ ഫെറാറി കാറ് വിറ്റ് സന്യാസിയായി മാറിയ ജൂലിയൻ മാൻറ്റിലിൻ്റെ കഥ എങ്ങനെ റിയൽ ഹാപ്പിനെസ്സിൽ എത്തിപ്പെടാം എന്നതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയി പറഞ്ഞു തരുന്നുണ്ട്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ബുക്ക് തന്നെയാണിത്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി ബൈ റോബിൻ ശർമ്മ.